എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഞങ്ങൾ ഒരു പ്രാവും കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാവും കൂട് ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ്. ഏതൊരാൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് ഇട്ടാലോ. ഈ കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളിൻ്റെ ബോക്സ് ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ വേറൊരു ചെറിയ പീസ് വെച്ചിട്ട് അതിൻ്റെ ഡോറ് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ മോട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ കോഡിൻ്റെ മുൻവശത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പലകട പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഡോറിൻ്റെ രണ്ട് ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസുമേ രണ്ട് ചെറിയ വിജാഗിരി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, വിജാഗിരി സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. എന്നാലേ ആ വർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാവൻകൂടിൻ്റെ 60% വർക്ക് കഴിഞ്ഞ് ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് ഒക്കെ ചെക്കിങ്ങിലാണ്. ഡോറൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ അടുത്തതിൽ മോട്ടർ സെറ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗിയർ മോട്ടറാണ് വേണ്ടത്. ഇതിന് ഏകദേശം ഒരു 200 രൂപ വില ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മോട്ടറിൻ്റെ എൻഡിലായിട്ട് ഒരു കമ്പിയുടെ പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി നന്നായി MC ഇട്ട് കൊടുക്കുക. ഇപ്പോൾ MC ഉണങ്ങിയിട്ട് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു റിമോട്ടിൻ്റെ കാറാണ്. ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് എടുത്തിട്ടാണ് നമ്മൾ കൂട്ടിൽ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കാർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ്. ഈ മോട്ടറിൻ്റെ രണ്ട് വയർ അതേപോലെ ഗിയർ മോട്ടറിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇത്രേ ഇതിൻ്റെ കണക്ഷൻ വരുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ഇതേപോലെ രണ്ട് ഡോറിൻ്റെ മോട്ടറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗിയർ മോട്ടറിൽ രണ്ട് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗിയർ മോട്ടർ കൂട്ടിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത കമ്പി പുറത്തേക്ക് വരുന്ന പോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഡോർമ ഇതുപോലത്തെ ഒരു ഊക്ക് കൊടുത്തിട്ടുണ്ട്. ആ കമ്പി ഊക്കിലേക്ക് കയറിയിരിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. മോട്ടറും സർക്യൂട്ട് ബോർഡും നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് നന്നായി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാവൻകൂടിൻ്റെ വർക്ക് 90% കഴിഞ്ഞ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളൊരു നെറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളൊരു നെറ്റിൻ്റെ പഴയ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കൂടിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ മുകൾ ഭാഗം ക്ലോസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫൈബറിൻ്റെ ഷീറ്റാണ്. ഇതിൻ്റെ ഈ രണ്ട് എൻഡിലായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് കൂട് ഓപ്പൺ ആക്കിയിട്ട് വൃത്തിയാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ഹൈടെക് പ്രാവൻകൂടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളിതിൻ്റെ ബാറ്ററി കൊടുത്തിരിക്കുന്നത് ഈ കോഡിൻ്റെ സൈഡിലാണ്. അതിന്മേൽ തന്നെ നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതിന്മേൽ ഇതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയുണ്ട് നമുക്കൊന്ന് റിമോട്ട് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് എത്ര ദൂരത്ത് നിന്ന് വർക്ക് ചെയ്യേണ്ടതിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ മനാഫ് ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഒരു 12 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ മതിൽ മൊത്തം 15 മീറ്ററാണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഈ മതിലിൻ്റെ ഏകദേശം എൻഡിലെത്തിക്കുന്നത് കണ്ടില്ലേ, 12 മീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് താഴത്ത് നിന്നിട്ട് തന്നെ ഇത് ഓപ്പൺ ആക്കും ക്ലോസ് ആക്കും ചെയ്യാം. ഇതാ നമ്മളെ കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റീപ്ലൈ തരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.